ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ വെട്ടിലാവുകയാണ് CPM-ഉം കോൺഗ്രസും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള നേതാക്കളുടെ ചിത്രമാണ് ഇരു പാർട്ടികളും ആയുധമാക്കുന്നത്. കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ കടന്നാക്രമണം രണ്ടും കൽപ്പിച്ചാണെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഗുഡ് മോർണിംഗ്. ദിസ്ന, പോറ്റിയുടെ ചിത്രമാണ് രണ്ടുപേരും ആയുധമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇടത് വലത് മുന്നണിയുടെ പല നേതാക്കളുടെയും ചിത്രങ്ങൾക്ക് മങ്ങലേൽക്കും വരും ദിവസങ്ങളിൽ, അല്ലേ ദിസ്ന? എന്തായാലും ഈ വാക്പോർ എങ്ങനെ കണക്കുകയാണ്, എങ്ങനെയാണ്, അതായത് മുഖ്യമന്ത്രി പറയുകയാണ് തങ്ങൾ മാത്രമല്ല കട്ടതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഉണ്ടെന്നുള്ളൊരു പ്രസ്താവനയാണോ അദ്ദേഹം ഈ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് നടത്തിയത്? എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ആരോപണം? ഒപ്പം ഈ ഇടത് വലത് മുന്നണികൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? അശ്വതി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് പോറ്റിയെ കീറ്റിയെ ആരാണ് വീട്ടിൽ കയറ്റിയത് എന്ന് തുടങ്ങിയ പാരഡി ഗാനം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഞങ്ങളല്ല വീട്ടിൽ കയറ്റിയത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളാണ്. എങ്ങനെയാണ് ആ ചിത്രം പുറത്തു വന്നൊരു എന്നൊരു ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. അതിലെവിടെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുകയാണ് CPM. എന്നാൽ കൂടി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭക്തരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇരു കക്ഷികളും ഇപ്പോൾ ഈ വിഷയത്തിൽ പെട്ടിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്, അശ്വതി. അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ പുറത്തു വന്നു. അതോടൊപ്പം അടൂർ പ്രകാശിന്റെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇടതുപക്ഷം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം ചോദിക്കുമ്പോൾ അടൂർ പ്രകാശുമായി എന്ത് ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ളത് എന്നൊരു മറുചോദ്യവും മറുവാദവുമാണ് ഇപ്പോൾ ഇടതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുതയായി എടുത്തു പറയേണ്ടത്. എന്തായാലും ആ ചിത്രത്തിന് പിന്നിൽ എന്താണ്, ആ ചിത്രം എങ്ങനെ പുറത്തു വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തയ്യാറാവണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, അശ്വതി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത് എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ സ്വർണ്ണ കവർച്ചയിൽ ഉന്നത നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ എടുത്തു പറയാത്തത് എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ഇരു കൂട്ടരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രചാരണ ആയുധമായി സ്വർണ്ണ കവർച്ചാ വിഷയം എടുക്കുമ്പോൾ കോൺഗ്രസും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഈ നേതാക്കന്മാരൊക്കെയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ M വിജയകുമാറും പത്മകുമാറും ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കാളികളാവുന്നു. അതോടൊപ്പം തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെയുള്ളവർക്ക് ചോദ്യം ചെയ്യൽ നടക്കുന്നു, വിട്ടയക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുഖ്യനോട് മാധ്യമങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കടകംപള്ളിയെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ എന്താണ് ഇത് എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകുവാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കോൺഗ്രസിനെതിരെ ഇത്തരം വാദം ഉന്നയിച്ചതെന്നൊക്കെ ഒരു വിഭാഗം പറയുമ്പോഴും മറുവശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ പോറ്റിക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീടൊന്നും അല്ലല്ലോ സോണിയാഗാന്ധിയുടെ. അവിടെ കൃത്യമായ രാഷ്ട്രീയ സുരക്ഷയില്ലാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളില്ലാത്ത, അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്തുണയില്ലാതെ പോറ്റിക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ അത്രയും സ്വാധീനമുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടത് മുന്നണിയുമായും വലത് മുന്നണിയുമായും വലിയ ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ കരുതേണ്ടത്, ദിസ്ന? തീർച്ചയായും അശ്വതി, ആദ്യഘട്ടം മുതൽ പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, അശ്വതി. അതായത് ഇടത് വലത് കക്ഷികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് പ്രധാനമായും ഏറ്റവും അടുത്ത ജനൻ TV ഉൾപ്പെടെ ആ വാർത്തകളിലൊക്കെ തന്നെയും പറയുന്നത് അത് തന്നെയാണ്. അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഈ വരും മണിക്കൂറുകളിലൊക്കെ നിലവിൽ വരുന്ന അപ്ഡേഷൻസുകൾ. അതായത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഇടത് വലത് മുന്നണികളുടെ പങ്ക് അത് എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രധാനമായും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ഒക്കെ തന്നെയും
ഇത്തരത്തിലൊരു നേതാവിൻ്റെ അടുത്ത് എങ്ങനെയാണ് ആ കിളിമാനൂരുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമായി മാറിയത് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശുമായുള്ള ബന്ധം എന്താണ് എന്നതും ഒരു പ്രധാന ചോദ്യങ്ങളിൽ ഒന്നായി വരികയാണ് അശ്വതി. എന്തായാലും CPM നേതാക്കളോട് ഉൾപ്പെടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിനെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും കൃത്യമായി പറഞ്ഞാൽ സ്വർണ്ണ കവർച്ചാ കേസിൽ പാരഡി ഗാനത്തിലെ വരികൾ പോലെ വലിയ രീതിയിൽ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് മാറുന്നു എന്നത് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ മുഖം രക്ഷിക്കുവാനുള്ളൊരു ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ CBI അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല എന്നൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി. അത്തരത്തിൽ CBIയുടെ അന്വേഷണത്തെയൊക്കെ വലിയ രീതിയിൽ ഭയക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ കാണാൻ സാധിച്ചത്. തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ അടൂർ പ്രകാശും ഉടൻ ഒരു ചോദ്യം മുനമ്പിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനമായും ഒന്നും പറയുവാനില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ അശ്വതി ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ ഒന്നും തന്നെ നടപടിയില്ല എന്നത് തന്നെയാണ്. അത് താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഈ വോട്ട് മറിയുന്നതിന് കാരണമായി എന്നൊരു വിലയിരുത്തലില്ല ഈ CBI യോഗങ്ങളൊക്കെ കടന്നിരുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞില്ല. പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്കത് പറയുവാൻ അവകാശമില്ല എന്ന് തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഈ അടൂർ പ്രകാശ് മാത്രമല്ല കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് ഈ ചോദ്യം ചെയ്യലുകൾ എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല അശ്വതി. എന്തായാലും കോൺഗ്രസും അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് CPM-ഉം ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെ പരസ്പരം പഴിചാരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇരു കൂട്ടർക്കും മുഖം രക്ഷിച്ചല്ലേ മതിയാകും. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഈ ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുവശത്ത് മുഖ്യമന്ത്രിയും ചില ആക്രമണങ്ങൾ ഒരു കടന്നൽ ആക്രമണം തന്നെ നടത്തുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ച ഏത് തലത്തിലേക്ക് എത്തുമെന്നാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിൽ TP സെൻകുമാർ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. അതായത് ശബരിമലയിലെ വിഗ്രഹം അത് അയ്യപ്പൻ്റെത് തന്നെയാണോ എന്നൊരു ചോദ്യം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വ്യാളിയിലെ സ്വർണം നഷ്ടമായി, ശിവന്റെ രൂപത്തിലുള്ള സ്വർണം നഷ്ടമായി, 7 പാളികളിലെ സ്വർണം നഷ്ടമായി. ഒപ്പം ഈ VSSCയിൽ നടക്കുന്ന പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അത് ശബരിമലയിലെ സ്വർണ്ണമല്ല എങ്കിൽ ആ സ്വർണം എവിടെ പോയി എന്നതിനടക്കമുള്ള ഉത്തരങ്ങൾ ഇവിടെ പലരും പറയേണ്ടി വരും.